ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഓഫർ സെയിൽ നടക്കുകയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം നിരവധി സ്റ്റോക്കുകളും നിരവധി മ്യൂച്വൽ ഫണ്ടുകളും വളരെ ഡിസ്കൗണ്ട് പ്രൈസിലാണ് ഇപ്പം ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ നമുക്ക് ഈ ഒരു 2025 ഇല്ലെങ്കിൽ നിലവിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ബെസ്റ്റ് മ്യൂച്വൽ ഫണ്ട്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പല ആൾക്കാരും മാർക്കറ്റിൽ ഒരു കറക്ഷൻ വന്നതുകൊണ്ട് ഇല്ലെങ്കിൽ 15-20% ഡിസ്കൗണ്ടിൽ ട്രേഡ് ചെയ്യുന്നത് കൊണ്ട് കയ്യിലുള്ള അത്യാവശ്യത്തിന് വേണ്ട അല്ലെങ്കിൽ ഷോർട്ട് ടൈം കാര്യത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന ഫണ്ട് എടുത്ത് ഇതിൽ നിക്ഷേപിച്ച് 15-20% മാർക്കറ്റ് വളരെ ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ട് തിരിച്ചു കയറുകയും വളരെ ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ട് അത്രയും പ്രോഫിറ്റ് എടുത്ത് വിറ്റ് മാറാമെന്ന് ചിന്തിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ട്. അത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. കാരണം പലപ്പോഴും ബിയർ മാർക്കറ്റ് ഇല്ലെങ്കിൽ ഒരു ഡൗൺ ട്രെൻഡ് എന്ന് പറയുന്നത് 2-3 വർഷക്കാലം നീണ്ടു നിൽക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മ്യൂച്വൽ ഫണ്ടുകളിൽ നിങ്ങൾ മിനിമം ഒരു 5 വർഷമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ മാത്രമേ കൺസിഡർ ചെയ്യാവുള്ളൂ. ഈ ഒരു വീഡിയോ പ്യുവർലി ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ ഒരിക്കലും ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. നിലവിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നതും അതേപോലെ തന്നെ ഞാൻ കൺസിഡർ ചെയ്യുന്നതുമായിട്ടുള്ള ചില മ്യൂച്വൽ ഫണ്ട്സുകളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഓരോ ആൾക്കാർക്കും ഓരോ തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ട്സ് ആണ് അനുയോജ്യമായിട്ടുള്ളത്. നമുക്ക് ഒരു പർട്ടിക്കുലർ 2-3 മ്യൂച്വൽ ഫണ്ട് എടുത്തിട്ട് ഇതാണ് ഏറ്റവും നല്ല മ്യൂച്വൽ ഫണ്ട്സ് എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം ഓരോ ആൾക്കാരുടെ ഗോളിനെയും ഓരോ ആൾക്കാരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡ്യൂറേഷനെയും ബേസ് ചെയ്തുകൊണ്ട് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റൈലിൽ ഡിഫറൻസ് ഉണ്ടാവും, അവർ സെലക്ട് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്സിൽ ഡിഫറൻസ് ഉണ്ടാവും. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എല്ലാം തന്നെ കവർ ചെയ്യുന്നുണ്ട്. വളരെ അൾട്രാ ഷോർട്ട് ടൈമിലോട്ട് ഫണ്ട് ഇടാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, ലോങ് ടൈമിലോട്ട് ഫണ്ട് ഇടാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, തീരെ റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം, ഹൈലി റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവരെ സംബന്ധിച്ചിടത്തോളം, ഇങ്ങനെ എല്ലാ ഏരിയയും നമ്മൾ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ കവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമുക്ക് ഏതായാലും വീഡിയോയിലോട്ട് കിടക്കാം. പ്രധാനമായിട്ടും നമുക്ക് മ്യൂച്വൽ ഫണ്ട്സിനെ ഇക്വിറ്റി, ഡെറ്റ് ഇല്ലെങ്കിൽ ഹൈബ്രിഡ്, ഇങ്ങനെ 3 തരത്തിൽ തിരിക്കാം. ഇതിൻ്റെ സബ് കാറ്റഗറിയും ഇല്ലെങ്കിൽ ഇതിൻ്റെ വേറെ തരത്തിലുള്ളത് നിരവധിയുണ്ട്. പക്ഷേ നിലവിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇല്ലെങ്കിൽ തുടക്കക്കാർ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. പ്രധാനമായിട്ടും 3 എണ്ണമാണുള്ളത്. ഒന്നാമത്തേത് ഡെറ്റ്, രണ്ടാമത്തേത് ഹൈബ്രിഡ്, മൂന്നാമത്തേത് ഇക്വിറ്റി. ഓക്കെ, ഇതിനുള്ളിൽ ഡെറ്റ് എന്ന് പറയുന്നത് വളരെ ഷോർട്ട് പീരിയഡിലോട്ട്, അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു എമൗണ്ട് ഉണ്ട്, നിങ്ങൾക്ക് 6 മാസമോ 1 വർഷമോ ഒക്കെ FDയിൽ ഇടുന്നതിനേക്കാൾ കൂടുതൽ റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു ചെറിയൊരു കാലയളവിൽ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന ഫണ്ടാണ് ഡെപ്റ്റ്. ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള FD റിട്ടേൺ തന്നെയാണ് ഈ ഡെപ്റ്റ് ഫണ്ടുകളും തരുന്നത്. സോ നമുക്ക് ഡെപ്റ്റ് ഫണ്ടിൻ്റെ എക്സാമ്പിൾസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാനിവിടെ ഡെപ്റ്റ് ഫണ്ടിൽ ക്ലിക്ക് ചെയ്യുമ്പം ഇത് സെറോദയുടെ കോയിൻ പ്ലാറ്റ്ഫോമാണ്. ഇവിടെ നിരവധി ഓപ്ഷൻസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഞാനിവിടെ ലിക്വിഡ് ഫണ്ട് ചൂസ് ചെയ്തു. ലിക്വിഡ് ഫണ്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്കെന്താണ് ഇവിടെ റിട്ടേൺ നമുക്ക് കാണിക്കുന്നത്, ഇല്ലെങ്കിൽ ഇവിടെ നമുക്ക് 1 ഇയർ റിട്ടേൺ കാണിക്കുന്നത് 7.36% ആണ്. നമ്മളത് 3 ഇയറിലോട്ട് മാറ്റിയാലും ആവറേജ് 6.6% ആണ്. 5 ഇയറിലോട്ട് മാറ്റിയാലും നമുക്ക് എത്രയാണ്? 5.42% ആണ് ഇവിടെ CAGR ഇല്ലെങ്കിൽ നമുക്ക് പെർ ഇയർ ആവറേജ് റിട്ടേൺ എന്ന് പറയുന്നത്. സോ സിമിലർ നമുക്ക് FD ആണ്. ഇനി ഡെറ്റിലെ തന്നെ മറ്റ് കാറ്റഗറിയിലോട്ട് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നിരവധി കാറ്റഗറി ഉണ്ട്. സോ ഞാൻ ലിക്വിഡിന് പകരം ഇവിടെ ബാങ്കിങ് ആൻഡ് PSU സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ PSU ഡെപ്റ്റ് ഫണ്ട് സെലക്ട് ചെയ്യുന്നു. ഈ PSU ഡെപ്റ്റ് ഫണ്ട് സെലക്ട് ചെയ്താലും CAGR 7.88 ആണ് 1 ഇയറിൽ, 2 ഇയറിൽ 7.71 ആണ് ആവറേജ്. ഒരു 5 ഇയർ നമ്മൾ നോക്കുമ്പം ഒരു ആവറേജ് 6 to 7 നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. സോ ഓൾമോസ്റ്റ് എന്താണ് നമ്മളുടെ FD റിട്ടേണിന് ഈക്വൽ ആയിട്ടുള്ള ഒരു റിട്ടേൺ ആണ് നമുക്ക് തരുന്നത്. അപ്പം ഡെപ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് ഏജ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇല്ലെങ്കിൽ റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലെ ഫണ്ട് ഒരു ഉറപ്പായും അല്ലെങ്കിൽ നിർബന്ധമായും നിങ്ങൾക്ക് മാർക്കറ്റിൻ്റെ വോൾട്ടാലിറ്റി ബാധിക്കാതെ ചെറിയ ഒരു റിട്ടേൺ ആണെങ്കിലും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ് ഡെപ്റ്റ്.
സോ ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. അപ്പം ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റേഴ്സ്, ഇത്തരത്തിൽ തീരെ വോളറ്റാലിറ്റി എടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് മ്യൂച്വൽ ഫണ്ട്സിലെ ഡെപ്റ്റ് ഫണ്ടോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റോ കൺസിഡർ ചെയ്യാം. സോ ആ ഒരു ഏരിയ നിങ്ങൾക്ക് ക്ലിയർ ആയി. അത്തരത്തിലുള്ളവർക്ക് അതിൽ നിക്ഷേപിക്കാം. ഇനി ഒരു സെക്കൻഡ് കാറ്റഗറിയാണ് എനിക്ക് ഇക്വിറ്റിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഓക്കെ, ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, എന്നാൽ മാർക്കറ്റിൻ്റേതായിട്ടുള്ള വോൾട്ടാലിറ്റി എനിക്ക് അത്രത്തോളം താങ്ങാൻ പറ്റത്തില്ല. ചെറിയ രീതിയിൽ എനിക്ക് ആ ഒരു വോൾട്ടാലിറ്റി താങ്ങാം. അതേപോലെ തന്നെ മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് ചെറിയ രീതിയിലുള്ള റിട്ടേൺ മതി. കാരണം താഴോട്ട് പോയപ്പോൾ ചെറിയ റിസ്ക് അല്ലേ ഞാൻ എടുത്തുള്ളൂ. മുകളിലോട്ട് പോകുമ്പോഴെന്താണ്, എനിക്ക് ചെറിയ ലാഭം കിട്ടിയാൽ മതി എന്നുള്ള ആൾക്കാരുണ്ട്. അവർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് ഹൈബ്രിഡ് ഫണ്ടുകൾ എന്ന് പറയുന്നത്. ഡെപ്റ്റ് എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞു, അത് കടപ്പത്രങ്ങളിലും ഇല്ലെങ്കിൽ ബോണ്ടിലൊക്കെ നിക്ഷേപിക്കുന്ന ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇൻവെസ്റ്റിംഗ് രീതിയാണ് നമ്മൾ ഡെപ്റ്റ് ഫണ്ട് എന്ന് പറയുന്നത്. അടുത്തത് ഹൈബ്രിഡ്. ഞാനിവിടെ ഹൈബ്രിഡിൽ ക്ലിക്ക് ചെയ്യുമ്പം നിങ്ങൾക്കിവിടെ ആർബിട്രേജ്, ഡൈനാമിക് അസറ്റ് അലോക്കേഷൻ, മൾട്ടി അസറ്റ് അലോക്കേഷൻ, അഗ്രസീവ്, കൺസർവേറ്റീവ്, ഇക്വിറ്റി സേവിങ്, ഇങ്ങനെ 4-5 തരത്തിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഞാൻ ഇതിനെ ഓരോന്നിനെയും എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇതിൻ്റെ എല്ലാം ചുരുക്കമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്വിറ്റിയുടെ അത്രയും റിസ്ക് ഇല്ല, എന്നാൽ ഡെപ്റ്റിനേക്കാൾ കുറച്ചുകൂടി റിസ്ക് ഉണ്ട്. ഡെപ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താണ്, ഇക്വിറ്റി മാർക്കറ്റിൻ്റേതായിട്ടുള്ള റിസ്കുകളൊന്നും തന്നെയില്ല. പക്ഷേ ഹൈബ്രിഡിലോട്ട് വരുമ്പം ഇക്വിറ്റിയും നമ്മളുടെ ഡെപ്റ്റും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഇല്ലെങ്കിൽ പല തരത്തിലുള്ള അസറ്റ്, ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗോൾഡ്, നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്മളുടെ ഡെപ്റ്റ്, ഇക്വിറ്റി, ഇങ്ങനെ 2-3 അല്ലെങ്കിൽ 1-2 തരത്തിലുള്ള അസറ്റുകളൊക്കെ മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു ഇൻവെസ്റ്റിംഗ് രീതിയാണ് പ്രധാനമായിട്ടും ഹൈബ്രിഡിലൊക്കെ വരുന്നത്. ഡൈനാമിക് അസറ്റ് അലോക്കേഷനിലോ ഇല്ലെങ്കിൽ മൾട്ടി അസറ്റ് അലോക്കേഷനിലോട്ടൊക്കെ വരുമ്പം അത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയാണ്. അതുകൊണ്ട് തന്നെ ഇക്വിറ്റിയുടേതായിട്ടുള്ള ചെറിയൊരു ബെനിഫിറ്റ്സ് കിട്ടും, ഇക്വിറ്റിയുടേതായിട്ടുള്ള ചെറിയ റിസ്ക്കും നിങ്ങൾക്കതിൽ ഉണ്ട്. സോ ഈ ഒരു മൾട്ടി അസറ്റ് അലോക്കേഷൻ, ഈ ഒരു ഞാൻ ഈ കാണിച്ചു തന്ന കാറ്റഗറി അല്ലേ, ഓക്കെ, ഇതിനുള്ള സബ് കാറ്റഗറി എടുക്കുകയാണെങ്കിൽ ഞാനിവിടെ മൾട്ടി അസറ്റ് അലോക്കേഷനാണ് എടുത്തത്. ഇവിടെ 3-4 എണ്ണം ഉണ്ട്, അതിനുള്ള ഞാൻ മൾട്ടി അസറ്റ് അലോക്കേഷനാണ് എടുത്തത്. മൾട്ടി അസറ്റ് അലോക്കേഷനിൽ നമുക്ക് നിരവധി ഫണ്ടുകൾ അവൈലബിൾ ആണ്. HDFC ബാലൻസ് അഡ്വാൻറ്റേജ് ഫണ്ടുണ്ട്, അതേപോലെ തന്നെ SBI ഇക്വിറ്റി ഹൈബ്രിഡ് ഫണ്ടുണ്ട്, ICICI പ്രൊഡൻഷ്യൽ ബാലൻസ് അഡ്വാൻറ്റേജ് ഉണ്ട്. സോ ഇവിടെ മൾട്ടി അസറ്റിൽ ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ ഞാൻ പേഴ്സണലി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഫണ്ട് എന്ന് പറയുന്നത് ICICI പ്രൊഡൻഷ്യൽ മൾട്ടി അസറ്റ് ഫണ്ടാണ്. ICICI പ്രൊഡൻഷ്യൽ മൾട്ടി അസറ്റ് ഫണ്ട് ഓൾമോസ്റ്റ് ലാസ്റ്റ് 1 ഇയറിൽ 13% റിട്ടേൺ നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം മാർക്കറ്റ് മുകളിലോട്ട് പോയപ്പം ഇക്വിറ്റിയുടെ ബെനിഫിറ്റ്സും കിട്ടി. ഇപ്പം ലാസ്റ്റ് 1 ഇയർ റിട്ടേൺ നമ്മൾ വെറും ലാർജ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ 13% റിട്ടേൺ പോലും കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം മാർക്കറ്റ് കഴിഞ്ഞ മാസങ്ങളിൽ ഇപ്പോൾ താഴോട്ട് വീഴും. പക്ഷേ എന്തുകൊണ്ടാണ് ICICI പ്രൊഡൻഷ്യൽ 13% തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ICICI പ്രൊഡൻഷ്യലിൽ 70% മാത്രമാണ് ഇക്വിറ്റിയിലുള്ളത്. ബാക്കി 30% അല്ലെങ്കിൽ 35% എന്താണ്, ഡെപ്റ്റിലും ഗോൾഡിലൊക്കെയാണ് ഉള്ളത്. അപ്പം മൾട്ടി അസറ്റ് എന്ന് പറയുന്നതിൽ 3 അസറ്റാണ് വരിക. 1 ഇക്വിറ്റി, 2 ഡെപ്റ്റ്, 3 ഗോൾഡ്. ഓക്കെ, അപ്പം ഗോൾഡിൻ്റെ വില കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നല്ല രീതിയിൽ മുകളിലോട്ട് പോകുന്നുണ്ട്. ഡെപ്റ്റിൽ നിന്നൊരു ഫിക്സ്ഡ് റിട്ടേൺ കിട്ടുന്നുണ്ട്. സോ ഇക്വിറ്റിയുടെ വീഴ്ച വലിയ രീതിയിൽ ICICI പ്രൊഡൻഷ്യൽ മൾട്ടി അസറ്റ് ഫണ്ടിനെ ബാധിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി നമ്മൾ 2 ഇയർ റിട്ടേൺ നോക്കിയിട്ടുണ്ടെങ്കിൽ 22% റിട്ടേൺ തന്നിട്ടുണ്ട്, വളരെ നല്ല റിട്ടേൺ ആണ്. നമ്മൾ 3 ഇയർ നോക്കിയിട്ടുണ്ടെങ്കിൽ നിയർ 19% ആവറേജ് റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. 4 ഇയർ നോക്കിയിട്ടുണ്ടെങ്കിൽ 20% റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. 5 ഇയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആവറേജ് 22% റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ 5 വർഷത്തെ നമ്മളുടെ ഇന്ത്യൻ മാർക്കറ്റിൽ നടന്നിട്ടുള്ള ബുൾ റണ്ണിൻ്റെ ഭാഗമായിട്ടുള്ള ലാഭം നമുക്ക് തന്നിട്ടുമുണ്ട്. എന്നാൽ ഡെപ്റ്റിൻ്റെയും ഗോൾഡിൻ്റേതുമായിട്ടുള്ള അപ്രിസിയേഷനും ഇല്ലെങ്കിൽ ആ ഒരു സേഫ്റ്റിയും നമുക്ക് സെയിം ടൈം കിട്ടിയിട്ടുണ്ട്. സോ മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ടിൽ ഫസ്റ്റ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ICICI പ്രൊഡൻഷ്യൽ ഫണ്ടാണ് നിങ്ങൾക്ക്. അപ്പം ഡെപ്റ്റിൽ ഞാനൊരു ഇന്ന ഫണ്ടെന്നൊന്നും സജസ്റ്റ് ചെയ്യുന്നില്ല, കാരണം ഓൾമോസ്റ്റ് എല്ലാം തന്നെ സിമിലർ റിട്ടേൺ ആണ്. അതുകൊണ്ട് അതിൽ കൂടുതൽ അഭിപ്രായം എനിക്കില്ല. നിങ്ങൾ ഡെപ്റ്റിലിടുന്നതിന് പകരം ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടാലും തെറ്റില്ല. ഓക്കെ, സോ അത് നിങ്ങൾക്ക് നിങ്ങളുടെ കൺവിൻസിങ് ആയിട്ടുള്ള ബാങ്കിൽ അത് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് പറഞ്ഞൊരു കാര്യമാണ് മാർക്കറ്റിൽ സേഫ്റ്റി നോക്കുന്നവർ.
അപ്പം ICICI Prudential മൾട്ടി അസറ്റ് ഫണ്ടാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത്. അതേപോലെ തന്നെ നമുക്ക് ഹൈബ്രിഡിൽ മൾട്ടി അസറ്റ് അലോക്കേഷനിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത് കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫണ്ടാണ് SBI മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ട്. എന്തുകൊണ്ടാണ് SBI സജസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SBIയിൽ ഓൾമോസ്റ്റ് 50% ഇക്വിറ്റിയിലും 50% ഡെപ്റ്റും ഗോൾഡുമായിട്ടാണ്. അതായത് ആദ്യം നമ്മൾ ICICI Prudentialൽ 70% ഇക്വിറ്റി എക്സ്പോഷർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് 1 ഇയറിൽ നമുക്ക് നല്ല റിട്ടേൺ കിട്ടിയതായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. എന്നാൽ സെയിം ടൈം നമ്മൾ എന്താണ് SBI മൾട്ടി അസറ്റ് അലോക്കേഷനിലോട്ട് വരുമ്പം ജസ്റ്റ് 9% ആണ് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് മാർക്കറ്റിൽ എക്സ്പോഷർ കുറവായതുകൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ടുള്ള റിട്ടേണേ കിട്ടിയിട്ടുള്ളൂ. 2 ഇയറിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നിയർ 19% കൊടുത്തിട്ടുണ്ട്. 3 ഇയറിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നിയർ 14 to 15% കൊടുത്തിട്ടുണ്ട്. 4 ഇയറിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നിയർ 14% കൊടുത്തിട്ടുണ്ട്. 5 ഇയറിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഓവറോൾ 14% കൊടുത്തിട്ടുണ്ട്. സോ മാർക്കറ്റിൽ ഒരു കറക്ഷൻ വരുമ്പോൾ വലിയ രീതിയിൽ നിങ്ങളെ ബാധിക്കത്തില്ല. കാരണം 50% ഡെപ്റ്റും ഗോൾഡുമാണ്. ഇക്വിറ്റിയുടേതായിട്ടുള്ള ചെറിയ നഷ്ടം നിങ്ങൾക്ക് വരും. എന്നാൽ മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഇക്വിറ്റിയുടേതായിട്ടുള്ള അപ്രിസിയേഷൻ സെയിം ടൈം കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇവിടെ എന്താണ്, ഒരു സേഫ് പ്ലേ അല്ലെങ്കിൽ ഒരു സേഫ് ഗെയിം ഉദ്ദേശിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് മൾട്ടി അസറ്റ് അലോക്കേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ തന്നെ 2 രീതിയുണ്ട്. ഒന്ന് 70%ഓളം ഇക്വിറ്റിക്ക് എക്സ്പോഷർ കൊടുക്കുന്നത്, രണ്ടാമത്തത് 50%, അതായത് പകുതി എക്സ്പോഷർ കൊടുക്കുന്നതും പകുതി ബാക്കിയുള്ളതിലോട്ട് ചെയ്യുന്നതും. സോ ഇതിൽ രണ്ടിൽ ഏതാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ? കൂടുതൽ ഇക്വിറ്റി എക്സ്പോഷർ വേണോ അതോ 50-50 എടുക്കണോ എന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം ഇതിലേതാണ് വേണ്ടത് എന്നുള്ളത്. സോ ഏറ്റവും സേഫ് ആയിട്ടുള്ളവരുടെ ഡെപ്റ്റ് കഴിഞ്ഞു. കുറച്ചും കൂടെ സേഫ്റ്റി ആഗ്രഹിക്കുന്നവരുടെ മൾട്ടി അസറ്റ് അലോക്കേഷൻ കഴിഞ്ഞു. ഇനി ഇക്വിറ്റിയിൽ അപ്പോൾ നമ്മളുടെ ഡെപ്റ്റും ഹൈബ്രിഡും ഓൾമോസ്റ്റ് തീർന്നു. ഇനി നമ്മൾ വരുന്നത് പ്യുവർ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയാണ്. ആദ്യത്തേൻ്റെ 2 എണ്ണത്തിലും നമ്മൾ എന്താണ് ഡെപ്റ്റിൽ വെറും സേഫ് പ്ലേ, മൾട്ടി അസറ്റിൽ വന്നു കഴിഞ്ഞപ്പോൾ മിക്സ് ചെയ്തു. ഇനി ഇക്വിറ്റി നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വിറ്റിയിൽ ഫുള്ളി ഇക്വിറ്റി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഗെയിമാണ്. ഇക്വിറ്റി വീണ് കഴിഞ്ഞാൽ അതിനനുസരിച്ച് വീഴും, എന്നാൽ ഇക്വിറ്റി കയറുമ്പോൾ അതിനനുസരിച്ച് കയറും. ഇനി ഇക്വിറ്റിയിലും വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയുണ്ട്, എന്നാൽ അഗ്രസീവ് കുറഞ്ഞിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയുണ്ട്. സോ ഇക്വിറ്റിയിൽ ഫസ്റ്റ് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്, അതായത് ഡെപ്റ്റിന് ശേഷം മൾട്ടി അസറ്റിന് ശേഷം നിങ്ങൾക്ക് ഫുള്ളി ഇക്വിറ്റി എക്സ്പോഷർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഇൻഡെക്സ് ഫണ്ടുകളാണ്. ഓക്കെ, ഇൻഡെക്സ് ഫണ്ടുകളാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. കാറ്റഗറിയിൽ ഇക്വിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ സബ് കാറ്റഗറിയിൽ ഇൻഡെക്സ് കൊടുത്തു കഴിയുമ്പം ഓക്കെ 2 എണ്ണമേ വരുന്നുള്ളൂ. എന്താണ് റീസൺ എന്നറിയില്ല. എനിവേ ഞാനിവിടെ സെർച്ച് ചെയ്യാം. സോ ഇൻഡെക്സിലോട്ട് വരുമ്പം എൻ്റെ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് സജഷൻ എന്ന് പറയുന്നത് നിഫ്റ്റി 50 ആണ്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ UTI നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ടാണ് ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇത് UTIക്കുണ്ട്, ICICI Prudential ഉണ്ട്, HDFCക്കുണ്ട്, SBIക്കുണ്ട്. എല്ലാത്തിനും തന്നെ നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ടുണ്ട്. ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്നത് UTI ആണ്. ഇതിലേതെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഇത് ഇൻഡെക്സ് ഫണ്ട് ആയതുകൊണ്ട് തന്നെ നിഫ്റ്റിയുടെ മൂവ്മെൻറ്റിനനുസരിച്ചിട്ടുള്ള റിട്ടേൺ ആണ്. AMC അല്ലെങ്കിൽ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയിൽ ഒരു ചേഞ്ചസ് ഉണ്ടാവും. അതിനനുസരിച്ചിട്ടുള്ള ചെറിയ ലിക്വിഡിറ്റി വേരിയേഷനും ഒക്കെ ഉണ്ടാവും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എക്സ്പെൻസ് റേഷ്യോയിലും ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. സോ എക്സ്പെൻസ് റേഷ്യോസ് കുറഞ്ഞ ഒരു ഫണ്ടാണ്, നല്ല ലിക്വിഡിറ്റി ഉള്ളൊരു ഫണ്ടാണ് UTI നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ട് എന്ന് പറയുന്നത്. ഇനി സെയിം ടൈം നിങ്ങൾക്ക് എന്താണ് വേണമെങ്കിൽ നിഫ്റ്റി ബീസും മേടിക്കാം. ഇവിടെ നമുക്ക് 1 ഇയർ റിട്ടേൺ 2.5% ആണ്. സെയിം ടൈം നമ്മൾ 3 ഇയർ നോക്കിയാൽ 11% ആണ്. 5 ഇയർ നോക്കിയാൽ ആവറേജ് 15% റിട്ടേൺ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ആവറേജ് 15% റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. അതായത് കുറേ കൂടെ സേഫ് ആയിട്ടുള്ള നിഫ്റ്റി 50 എന്ന് പറയുന്നത് ഇന്ത്യയിലെ ടോപ്പ് 50 കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പം ഏറ്റവും ലാർജ് 50 കമ്പനികളിൽ നിക്ഷേപിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഇൻഡെക്സ് ഫണ്ട്, ഫുള്ളി ഇക്വിറ്റി എക്സ്പോഷർ മ്യൂച്വൽ ഫണ്ടിലോട്ട് വരുമ്പം ഇൻഡെക്സ് ഫണ്ടിൽ ഫസ്റ്റ് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ടാണ്. ഇനി ഇൻഡെക്സ് ഫണ്ടിൽ തന്നെ എനിക്ക് ഇത്രയും റിട്ടേൺ പോരാ, കുറച്ചും കൂടെ ഞാൻ റിസ്ക് എടുക്കാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ലാർജ് മിഡ് ക്യാപ് ഇൻഡെക്സ് ഫണ്ടുകളാണ്.
ഓക്കെ, ഇത് വെറും ലാർജ് ക്യാപ്പാണ്, അല്ലെങ്കിൽ ഇത് വെറും നിഫ്റ്റി 50 ആണ്. ആദ്യത്തെ 50 കമ്പനിയാണ്. ദാറ്റ് മീൻസ് എന്താണ്? ലാർജ് ക്യാപ്പാണ്. ഫസ്റ്റ് 100 കമ്പനിയെ നമ്മൾ ലാർജ് ക്യാപ്പ് എന്നും അടുത്ത 150 കമ്പനി, അതായത് ഫസ്റ്റ് 100നെ നമ്മൾ ലാർജ് ക്യാപ്പ് എന്നും 100 തൊട്ട് 250 വരെയുള്ളതിനെ മിഡ് ക്യാപ്പ് എന്നും 250 മുകളിലോട്ട് വരുന്നതിനെ നോർമലി നമ്മൾ എന്താണ്? സ്മോൾ ക്യാപ്പ് എന്നുമാണ് വിളിക്കുന്നത്. അപ്പം ഇത് നിഫ്റ്റി 50 ആയതുകൊണ്ട് തന്നെ ആദ്യം 100ൽ വരുന്നത് കൊണ്ട് തന്നെ ഇത് ലാർജ് ക്യാപ്പിലാണ് ഇത് ഫുള്ളി ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. ഇനി നിങ്ങൾക്ക് ലാർജ് ക്യാപ്പിൻ്റെ സേഫ്റ്റിയും വേണം, എന്നാൽ സെയിം ടൈം മിഡ് ക്യാപ്പിൻ്റെ ഗ്രോത്തും വേണമെന്നുണ്ടെങ്കിൽ, കാരണം ഗ്രോത്ത് എപ്പോഴും കൂടുതൽ വരുന്നത് എന്താണ്? മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലുമാണ്. ലാർജ് ക്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി വളർന്ന് പന്തലിച്ച കമ്പനിയാണ്. അപ്പോൾ അവിടെ സേഫ്റ്റി ഉണ്ട്, പക്ഷേ വളർച്ച കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും, ഓൾറെഡി വളർന്ന് വലുതായതുകൊണ്ട്. എന്നാൽ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഗ്രോത്ത് പൊട്ടൻഷ്യൽ കുറച്ചും കൂടെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് ലാർജ് ക്യാപ്പിൻ്റെ സേഫ്റ്റി വേണം, എന്നാൽ സെയിം ടൈം മിഡ് ക്യാപ്പിൻ്റെ ഗ്രോത്തും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്താണ്? ലാർജ് മിഡ് ക്യാപ്പ് എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ പലതരത്തിലുള്ള മ്യൂച്വൽ ഫണ്ട്സ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഞാൻ ഇതിനുള്ളിൽ സജസ്റ്റ് ചെയ്യുന്നത് സെറോദ നിഫ്റ്റി ലാർജ് മിഡ് ക്യാപ് 250 ഇൻഡെക്സ് ഫണ്ടാണ്. സെറോദ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഫണ്ടാണിത്. 1 ഇയർ റിട്ടേൺ 2.8 ആണ്. നമ്മൾ 3 ഇയർ റിട്ടേൺ ഒക്കെ നോക്കിയാൽ 0 ആണ്. കാരണം ഇത് റീസെൻ്റ്ലി 1 ഇയർ ആയിട്ടേ ഉള്ളൂ ഇത് വന്നിട്ട്. ഓക്കെ, സോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാർജ് മിഡ് ക്യാപ് 250 എന്ന് പറയുന്നത് ആദ്യത്തെ 100 ലാർജ് ക്യാപ്പും ആ 100ന് ശേഷമുള്ള 150 എന്താണ്? മിഡ് ക്യാപ്പുമാണ്. ഇതിന് ഈക്വൽ എക്സ്പോഷറാണ്, അതായത് 50% ലാർജ് ക്യാപ്പിലോട്ടും 50% മിഡ് ക്യാപ്പിലോട്ടുമാണ് പോകുന്നത്. സോ ഈക്വൽ എക്സ്പോഷറാണ്. അതുകൊണ്ട് തന്നെ ലാർജ് ക്യാപ്പിൻ്റെ സേഫ്റ്റിയും എന്നാൽ മിഡ് ക്യാപ്പിൻ്റെ ഗ്രോത്തും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുകൊണ്ട് ഫുള്ളി ഇക്വിറ്റിയിലോട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം, എന്നാൽ വലിയ റിസ്ക് എടുക്കാൻ താല്പര്യമില്ല എന്നുള്ളവർക്ക് ഇൻഡെക്സ് ഫണ്ട് ചൂസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ട് അല്ലെങ്കിൽ നിഫ്റ്റി 50 ETF കൺസിഡർ ചെയ്യാം. ഇനി ഇൻഡെക്സിൽ തന്നെ കുറച്ചും കൂടെ റിസ്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ സെറോദ നിഫ്റ്റി ലാർജ് മിഡ് ക്യാപ് 250 ഇൻഡെക്സ് ഫണ്ടായിരിക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഇനി അങ്ങനല്ല, നിങ്ങൾക്ക് പ്യുവർ മ്യൂച്വൽ ഫണ്ടിലോട്ട് തന്നെ പോകണമെന്നുണ്ടെങ്കിലും SBIയുടെ ലാർജ് മിഡ് ക്യാപ് ഫണ്ട് അവൈലബിൾ ആണ്. ഈ ഫണ്ടും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല റിട്ടേൺസ് ഒക്കെ തന്നിട്ടുള്ള നല്ല ട്രാക്ക് റെക്കോർഡുള്ള കമ്പനിയാണ്. ഇനി 5 ഇയർ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 19% റിട്ടേൺ, 3 ഇയർ നോക്കിയാൽ 17% റിട്ടേൺ, 1 ഇയർ നോക്കിയാൽ 6% റിട്ടേൺ. ഇതെന്തുകൊണ്ടാണ്? ഇവിടെ ലാർജ് ക്യാപ്പിൻ്റെ സേഫ്റ്റിയും എന്നാൽ മിഡ് ക്യാപ്പിൻ്റെ ഗ്രോത്തും കിട്ടിയതുകൊണ്ടാണ് കുറേ കൂടെ നല്ല റിട്ടേൺ നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഓക്കെ, സോ അതും ക്ലിയറായി. അതായത് ഏറ്റവും സേഫായിട്ടുള്ള ഡെപ്റ്റ് കഴിഞ്ഞു. ഇനി ഡെപ്റ്റിലും ഇക്വിറ്റിയിലും ഗോൾഡിലും എക്സ്പോഷർ വേണ്ടവർക്ക് നമ്മൾ മൾട്ടി അസറ്റ് പറഞ്ഞു. അതിനുശേഷം നമ്മളെന്താണ് കുറേ കൂടെ സേഫ്റ്റി വേണ്ടവർക്ക് നമ്മൾ ഇൻഡെക്സ് ഫണ്ടുകൾ നമ്മളിപ്പം ഡിസ്കസ് ചെയ്തു അല്ലേ. ഇനി നമ്മൾക്ക് ഇക്വിറ്റിയിൽ വരുന്ന അടുത്ത ഒരു കാറ്റഗറിയാണ് ഫ്ലെക്സി ക്യാപ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയും. ഓക്കെ, ഫ്ലെക്സി ക്യാപ് മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ മൾട്ടിപ്പിൾ മാർക്കറ്റ് ക്യാപ്പിൽ, ഇല്ലെങ്കിൽ അവർക്ക് എന്താണ് ലാർജ് ക്യാപ്പിലും മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഒരേ സമയം എക്സ്പോഷറുള്ള. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ നിഫ്റ്റി 50ൽ ലാർജ് ക്യാപ്പ് മാത്രമേ ഉള്ളൂ, ലാർജ് മിഡ് ക്യാപ്പിൽ ലാർജ് ക്യാപ്പും മിഡ് ക്യാപ്പും മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്കിനി സ്മോൾ ക്യാപ്പ് കൂടി വേണം, നിങ്ങൾക്ക് ഇതേപോലെ തന്നെ പല ലാർജ് ക്യാപ്പുകൾ, പല മാർക്കറ്റ് ക്യാപ്പുകളിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയാണ് മൾട്ടി ക്യാപ്പ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇക്വിറ്റിയിൽ തന്നെ നമ്മൾക്ക് കാറ്റഗറി എടുത്തു കഴിഞ്ഞാൽ, സബ് കാറ്റഗറി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്താണ് മൾട്ടി ക്യാപ്പ് കാണാം, ഫ്ലെക്സി ക്യാപ്പ് കാണാം. മൾട്ടി ക്യാപ്പും ഫ്ലെക്സി ക്യാപ്പും നല്ലതാണ്. മൾട്ടി ക്യാപ്പിൽ എന്താ പ്രോബ്ലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാർജ് ക്യാപ്പിൽ 25%, മിഡ് ക്യാപ്പിൽ 25%, സ്മോൾ ക്യാപ്പിൽ 25%, 75% ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റഡ് ആയിരിക്കണം. ഈച്ച് മാർക്കറ്റ് ക്യാപ്പിലും എന്താണ് 25% വേണമെന്നുള്ള നിർബന്ധമുണ്ട്. എന്നാൽ ഫ്ലെക്സി ക്യാപ്പിലോട്ട് വരുമ്പം ഫണ്ട് മാനേജറെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള റെഗുലേഷൻസ് ഒന്നുമില്ല. 100% ലാർജ് ക്യാപ്പിൽ പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് ലാർജ് ക്യാപ്പിൽ പോവാം, മിഡ് ക്യാപ്പിൽ പോകണമെന്നുണ്ടെങ്കിൽ മിഡ് ക്യാപ്പിൽ പോവാം, സ്മോൾ ക്യാപ്പിൽ പോകണമെന്നുണ്ടെങ്കിൽ സ്മോൾ ക്യാപ്പിൽ പോവാം. ഇനി 65% മാത്രം ഇൻവെസ്റ്റഡ് ആയാൽ മതി, 35% ക്യാഷിലിരിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്താണ് അത് ക്യാഷിലിരിക്കാം. അപ്പം അതിൻ്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് കഴിഞ്ഞ ഒരു വർഷം പരാഗ് പാരിക് ഫ്ലെക്സി ക്യാപ്പ് പെർഫോം ചെയ്തിട്ടുള്ളത്. കാരണം പരാഗ് പാരിക് ഫ്ലെക്സി ക്യാപ്പൊക്കെ ഈ മാർക്കറ്റ് കറക്ഷന് മുൻപ് തന്നെ
വലിയ എമൗണ്ട് ക്യാഷിലോട്ട് പോയി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ ന്യൂസുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മാർക്കറ്റ് കറക്ഷനിൽ പോലും ഈ ഒരു ഫ്ലെക്സി ക്യാപ്പിന് 12% റിട്ടേൺ കൊടുക്കാൻ വേണ്ടിയിട്ട് കണ്ടു ലാസ്റ്റ് 1 ഇയറിൽ. നമ്മൾ നേരത്തെ കണ്ട ലാർജ് ക്യാപ്പിനോ മിഡ് ക്യാപ്പിനോ ഒന്നും തന്നെ ഇത്രയും റിട്ടേൺ കൊടുക്കാൻ സാധിച്ചിട്ടില്ല. സോ പരാഗ് പാരിക്ക് 1 ഇയറിൽ 12% റിട്ടേൺ കൊടുത്തിട്ടുണ്ട്, 2 ഇയറിൽ 27% റിട്ടേൺ കൊടുത്തിട്ടുണ്ട്, 3 ഇയറിൽ 19% റിട്ടേൺ കൊടുത്തിട്ടുണ്ട്, 4 ഇയറിൽ 20 കൊടുത്തിട്ടുണ്ട്, 5 ഇയറിൽ 25 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പരാഗ് പാരിക്കിലോട്ട് വരുമ്പോൾ എന്താണ്, ലാർജ് ക്യാപ്പും ഉണ്ട്, മിഡ് ക്യാപ്പും ഉണ്ട്, സ്മോൾ ക്യാപ്പും ഉണ്ട്, മീൻസ് ഫ്ലെക്സി ക്യാപ്പിലോട്ട് വരുമ്പോൾ. അതുകൊണ്ട് തന്നെ ഇൻഡെക്സ് ഫണ്ടിനേക്കാൾ കുറച്ചും കൂടെ റിസ്ക് കൂടിയിട്ടുള്ള ഒരു ഐറ്റമാണ് ഫ്ലെക്സി ക്യാപ്പ് എന്ന് പറയുന്നത്. സോ ഫ്ലെക്സി ക്യാപ്പിൽ നിങ്ങൾക്ക് ഫസ്റ്റ് കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടാണ് പരാഗ് പാരിക് ഫ്ലെക്സി ക്യാപ്പ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫ്ലെക്സി ക്യാപ്പിലെ ഇക്വിറ്റി സെലക്ട് ചെയ്തു നമ്മൾ. ഇവിടെ സബ് കാറ്റഗറിയിൽ ഫ്ലെക്സി ക്യാപ്പ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫണ്ടാണ് HDFC ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട്. ഓക്കെ, HDFC ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടും വളരെ നല്ലൊരു ഫണ്ടാണ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇവിടെ HDFC ഫ്ലെക്സി ക്യാപ്പും 11% റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. 3 ഇയറിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ 23% റിട്ടേൺ കൊടുത്തിട്ടുണ്ട്, 5 ഇയറിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ 23 ഉണ്ട്, 4 ഇയറിൽ 21 ഉണ്ട്, 2 ഇയറിൽ 26 ഉണ്ട്. സോ അത്യാവശ്യം വളരെ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. കാരണം കഴിഞ്ഞ 1-2 വർഷങ്ങളായിട്ട് മാർക്കറ്റ് വളരെ നല്ല രീതിയിൽ തന്നെ അപ്സൈഡ് പോവാണ്. ഓക്കെ, അപ്പോൾ ഇനി ഫ്ലെക്സി ക്യാപ്പിൽ കൺസിഡർ ചെയ്യുന്നവർക്ക് ഞാൻ ഈ പറഞ്ഞ പരാഗ് പാരിക്കും അതേപോലെ തന്നെ HDFC ഫ്ലെക്സി ക്യാപ്പും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ഇനി അടുത്ത കാറ്റഗറിയാണ് ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള എന്നാൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ നോർമലി ഉണ്ടാക്കാറുള്ള കാറ്റഗറി. അതായത് മിഡ് ക്യാപ്പിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലെങ്കിൽ സ്മോൾ ക്യാപ്പിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഏറ്റവും സേഫ് ഡെറ്റ്, ഏറ്റവും സേഫ് എന്നല്ല, ഡെറ്റ് കമ്പാരിറ്റീവ്ലി റിസ്ക് കുറഞ്ഞത്. അതിനുശേഷം നിങ്ങൾക്ക് മൾട്ടി അസറ്റ് അലോക്കേഷനിലോട്ട് പോകാം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഫുള്ളി ഇൻവെസ്റ്റഡ് ഇക്വിറ്റിയിലാകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഡെക്സ് ഫണ്ടിലോട്ട് വരാം. കുറച്ചും കൂടെ നിങ്ങൾക്ക് എക്സ്പോഷർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്ലെക്സി ക്യാപ്പിലോട്ട് വരാം. ഇനിയും നിങ്ങൾക്ക് റിസ്ക് എടുക്കണം. വോൾട്ടാലിറ്റി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമുള്ള കാര്യമേ അല്ല. മാർക്കറ്റ് താഴോട്ട് വരുമ്പോൾ 10-30% ഞാൻ താഴോട്ട് പോകുന്നത് കാണാൻ റെഡിയാണ്. എന്നാൽ മുകളിലോട്ട് പോകുമ്പോൾ എനിക്ക് അതേപോലെ റിട്ടേൺ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുള്ളി മിഡ് ക്യാപ്പ് ഫണ്ട് ഇല്ലെങ്കിൽ സ്മോൾ ക്യാപ്പ് ഫണ്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി മിഡ് ക്യാപ്പ് ഫണ്ടുകളിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് HDFC മിഡ് ക്യാപ്പ് ഓപ്പർച്യൂണിറ്റി ഫണ്ടുണ്ട്. സോ ഇത് വളരെ നല്ലൊരു ഫണ്ടാണ്, HDFC മിഡ് ക്യാപ്പ് ഓപ്പർച്യൂണിറ്റി ഫണ്ട്. ഈ ഒരു ഫണ്ട് ലാസ്റ്റ് 5 ഇയറിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 25% റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് 3 ഇയർ നോക്കിയിട്ടുണ്ടെങ്കിലും 25 കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് 2 ഇയറിൽ നിയർ 30% റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. സോ ഇത് വളരെ നല്ലൊരു ഫണ്ടാണ്. പക്ഷേ വലിയൊരു AUM ഉണ്ട് എന്നുള്ളതൊരു നെഗറ്റീവാണ്. എന്നിരുന്നാൽ പോലും ഇതിൻ്റെ എന്താണ് ഷാർപ്പ് റേഷ്യോസും കാര്യങ്ങളൊക്കെ നോക്കുമ്പം അത്യാവശ്യം വളരെ നല്ലൊരു ഫണ്ടാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഷാർപ്പ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമ്മൾ റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേണിൻ്റെ മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫോർമുലയാണ് ഇല്ലെങ്കിൽ ഒരു റേഷ്യോ ആണ്. സോ അതൊക്കെ വെച്ച് നോക്കുമ്പം ഇത് നല്ലൊരു ഫണ്ടാണ്. ഫുള്ളി നിങ്ങൾക്ക് മിഡ് ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ രണ്ടാമത് നിങ്ങൾക്ക് അതിൽ തന്നെ പറ്റിയ ഒരു ഫണ്ടാണ് മോത്തിലാൽ ഓസ്വാൾ മിഡ് ക്യാപ്പ് ഫണ്ട്. ഓക്കെ, മോത്തിലാൽ ഓസ്വാൾ മിഡ് ക്യാപ്പ് ഫണ്ടും വളരെ നല്ലൊരു ഫണ്ടാണ്. 1 ഇയറിൽ 18% റിട്ടേൺ കൊടുത്തിട്ടുണ്ട്, 3 ഇയറിൽ നിയർ 29%, 2 ഇയറിൽ 36% റിട്ടേൺ കൊടുത്തിട്ടുണ്ട്, 4 ഇയറിൽ 30% റിട്ടേൺ കൊടുത്തിട്ടുണ്ട്, 5 ഇയറിൽ 27% റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. സോ വളരെ നല്ലൊരു റിട്ടേൺ കൊടുത്തിട്ടുള്ള ഒരു ഫണ്ടാണ് മോത്തിലാൽ ഓസ്വാൾ ഫണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എഡൽവൈസിൻ്റെയും എഡൽവൈസിസ് മിഡ് ക്യാപ്പ് ഫണ്ടുണ്ട്. ഓക്കെ, എഡൽവൈസിൻ്റെ മിഡ് ക്യാപ്പ് ഫണ്ട് അത്യാവശ്യം നല്ലൊരു ഫണ്ട് തന്നെയാണ്. നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള ഒരു ഫണ്ടാണ്. 2 ഇയറിൽ 31% റിട്ടേൺ കൊടുത്തിട്ടുണ്ട്, 3 ഇയറിൽ 23 കൊടുത്തിട്ടുണ്ട്, 4 ഇയറിൽ 23% കൊടുത്തിട്ടുണ്ട്, 5 ഇയറിൽ 26% റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അവിടെ റിട്ടേൺ കൂടുതൽ കിട്ടുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും അത്രത്തോളം റിസ്ക്കും ഈ മ്യൂച്വൽ ഫണ്ടുകളിലൊക്കെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ,
സോ മിഡ് ക്യാപ് ഫണ്ടുകൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യത്തിലും നിങ്ങൾക്ക് വ്യക്തത കിട്ടി. ഇനി അടുത്തത് എന്ന് പറയുന്നത് സ്മോൾ ക്യാപ്പ്, ഏറ്റവും ഹൈലി റിസ്ക് ഉള്ള എന്നാൽ ഏറ്റവും ഹൈ ഗ്രോത്ത് പൊട്ടൻഷ്യലുള്ള സ്റ്റോക്കുകൾ ഇല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളാണ് നോർമലി സ്മോൾ ക്യാപ് ഫണ്ടുകൾ എന്ന് പറയുന്നത്. സ്മോൾ ക്യാപ്പിലോട്ട് വരുമ്പം നമുക്ക് ഫസ്റ്റ് സജഷൻ തരാനുള്ളത് ടാറ്റ സ്മോൾ ക്യാപ് ഫണ്ട് വളരെ നല്ലൊരു ഫണ്ടാണ്. ഓക്കെ, ടാറ്റ സ്മോൾ ക്യാപ് ഫണ്ട് വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുള്ള ഒരു ഫണ്ടാണ്. സോ 2 ഇയറിൽ നമുക്ക് 23% കിട്ടിയിട്ടുണ്ട്, 3 ഇയറിൽ 22% കിട്ടിയിട്ടുണ്ട്, 4 ഇയറിൽ 26% കിട്ടിയിട്ടുണ്ട്, 5 ഇയറിൽ നമുക്ക് 28% ആവറേജ് റിട്ടേൺസ് തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ നമ്മൾ 2 ഇയർ ബേസിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ പല മിഡ് ക്യാപ് ഫണ്ടുകളും ഇതിനേക്കാൾ കൂടുതൽ റിട്ടേൺ തന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ 5 ഇയറിലോട്ട് വരുമ്പം സ്റ്റിൽ സ്മോൾ ക്യാപ് ഫണ്ടുകൾ തന്നെയാണ് കൂടുതൽ റിട്ടേൺസ് കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തത് എഡൽവൈസിൻ്റെ തന്നെ സ്മോൾ ക്യാപ് മ്യൂച്വൽ ഫണ്ട് ഉണ്ട്. ഓക്കെ, എഡൽവൈസിൻ്റെ സ്മോൾ ക്യാപ് മ്യൂച്വൽ ഫണ്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. 2 ഇയറിൽ 25% റിട്ടേൺ ആണ് കൊടുത്തിട്ടുള്ളത്, 3 ഇയറിൽ 19% ആണ്, 4 ഇയറിൽ 23 ആണ്, 5 ഇയറിലോട്ട് വരുമ്പം 27% റിട്ടേൺസ് ഇത് തന്നിട്ടുണ്ട് സ്മോൾ ക്യാപ് ഫണ്ട്. ഇനി അതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, നിപ്പോൺ ഇന്ത്യ മ്യൂച്വൽ ഫണ്ട്സും നിങ്ങൾക്ക് ഇവിടെ കൺസിഡർ ചെയ്യാം. 2 ഇയറിൽ 26, 3, 4, 5 ഇയറിലോട്ട് വരുമ്പം 29%, ഹയർ പെർഫോമൻസ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതിൻ്റെ ഷാർപ്പ് റേഷ്യോ അത്ര ഇമ്പ്രസീവ് അല്ല, റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺ അത്ര ഇമ്പ്രസീവ് അല്ല. അതുകൊണ്ടാണ് മറ്റേത് രണ്ടും ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ കാണിച്ചിരിക്കുന്ന മുഴുവൻ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങൾക്കൊരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ ഒരു റെക്കമെൻഡേഷന് വേണ്ടിയിട്ടല്ല. സോ ഏറ്റവും സേഫ് നോക്കുന്നവർക്ക് ഡെപ്റ്റ്, മൾട്ടി അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല അസറ്റ് ക്ലാസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ്. നമുക്കെന്താണ് അതിനുള്ളിൽ ഇക്വിറ്റി ഉണ്ട്, ഡെപ്റ്റ് ഉണ്ട്, ഗോൾഡ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻഡെക്സ് ഫണ്ടുകളിൽ നിക്ഷേപിക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കെന്താണ് ഫ്ലെക്സി ക്യാപ്പുകളിൽ നിക്ഷേപിക്കാം. അത് കഴിഞ്ഞ് വേണമെങ്കിൽ മിഡ് ക്യാപ് ഫണ്ടുകളിൽ നിക്ഷേപിക്കാം. ഇതിനുള്ളിൽ നമുക്ക് ലാർജ് ക്യാപ് ഫണ്ടുകളിൽ നിക്ഷേപിക്കാം. സോ ഇത് എത്രത്തോളം റിസ്ക്കിയാണ് അല്ലെങ്കിൽ എത്രത്തോളം ഓരോ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം റിസ്ക് ഉള്ളതാണ് എന്നുള്ളത് ഞാൻ ഇതുവരെ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ല വോൾട്ടാലിറ്റി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നവർ മാത്രം മിഡ് ക്യാപ്പിലോട്ടും സ്മോൾ ക്യാപ്പിലോട്ടും പോവാം. അല്ലാതെ 1-2 വർഷത്തേക്ക് വേണ്ടിയിട്ടൊന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും വെച്ചിരിക്കുന്ന ഫണ്ട് കൊണ്ടുപോയൊന്നും ഒരിക്കലും നിങ്ങൾ സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും നിക്ഷേപിക്കരുത്. അങ്ങനെയുള്ളവർ ബോണ്ടുകളിലോട്ട് മാത്രം പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, ഇല്ലെങ്കിൽ ഹൈബ്രിഡിൻ്റെ വേറെ തരത്തിലുള്ള ഫണ്ടുകളിലോട്ട് പോവുക. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് മ്യൂച്വൽ ഫണ്ടുമായി ബന്ധപ്പെട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിനുള്ളിൽ ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് ചൂസ് ചെയ്തിട്ട് നിങ്ങൾ അതിനുള്ളിൽ റിസർച്ച് നടത്തിയതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഇനി മ്യൂച്വൽ ഫണ്ടിൽ ഒരു പ്രധാന ഭാഗമാണ് അസറ്റ് അലോക്കേഷൻ എന്ന് പറയുന്നത്. സോ അസറ്റ് അലോക്കേഷനെ കുറിച്ച് നിങ്ങൾക്കൊരു ബേസിക് നോളജ് വേണം, ഇല്ലെങ്കിൽ അതെന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ ആഗ്രഹമുള്ളവർക്ക് താഴെ അസറ്റ് ക്ലാസ് എന്ന് അല്ലെങ്കിൽ അസറ്റ് അലോക്കേഷൻ എന്ന് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ, അസറ്റ് അലോക്കേഷൻ വീഡിയോസ് എന്ന് കമൻറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെക്കുറിച്ചും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.